പക്ഷെ 10,000 പേര് കേരളത്തിലെ ക്യാമ്പസിൽ KSUകാരെ അടിക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് KSന്റെ മുന്നേറ്റം വിളിക്കുന്ന KSUകാരുടെ ചങ്കുറപ്പിന് മുമ്പിൽ ഒരു വിപ്ലവ പ്രസ്ഥാനവും കേരളത്തിലില്ല. അത്തരത്തിലുള്ള KSU പ്രസ്ഥാനമാണ് ഈ വിമൽ ജ്യോതി ക്യാമ്പസിലുള്ളത്. അതുകൊണ്ട് മാനേജ്മെന്റിന്റെ ഒത്താശ കളിയോ അല്ലെങ്കിൽ KSU പ്രവർത്തകന്റെ മേലിലുള്ള ബാക്കി രാഷ്ട്രീയ സംഘടന കോലുകളിയോ ഒന്നും ഈ വിമൽ ജ്യോതി ക്യാമ്പസിൽ ഇനി നടക്കില്ല. ഇതേപോലുള്ള രാഷ്ട്രീയ അനാചാരം ഇനി തുടരുകയാണെങ്കിൽ വിമൽ ജ്യോതി ക്യാമ്പസിലെ KSU പ്രവർത്തകർ സംഘടിക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ശക്തികൾക്കോ അതിന് തടയിടാനോ അതിനെ എതിർക്കാനോ സാധിക്കില്ല. കാരണം KSUകാർ ചങ്കുറ്റുള്ളവർ തന്നെയാണ്, ചങ്കുറ്റുള്ളത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ KSന്റെ നീലക്കൊടി ഒടിച്ചിട്ടുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടെ പറയാം, അവിടുത്തെ എസ്എഫ്ഐയുടെ കൊടി അതിനേക്കാൾ കൂടുതൽ തവണ ഒടിഞ്ഞിട്ടുണ്ട്. അത് ആളുടെ എണ്ണം നോക്കിയിട്ടല്ല, അത് ആളുടെ എണ്ണം നോക്കിയിട്ടല്ല. ചങ്കുറ്റുള്ള 10 പേര് മതി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മതി ഞങ്ങൾക്ക് നേരിട്ട്. 1000 കൊണ്ടിട്ട് അഭ്യാസം കളിക്കാൻ ആർക്കും സാധിക്കട്ടെ. ഇത് രജനീകാന്തിന്റെ പടമാണ് അല്ല. അപ്പൊ അതേപോലെ ചങ്കുറ്റുള്ള പ്രസ്ഥാനം, നമ്മളെ ചങ്കുറ്റുള്ളവരാ, നമ്മളെ ചോരയ്ക്കും നിറം ചുവപ്പ. ഈ കേരളത്തിലെ ക്യാമ്പസിന് ചുമതല എന്നും KSUകാരുടെ ചോര കിട്ടണം. അല്ലാതെ ഒരു SFIക്കാരൻ ചോര വിധിച്ച് ഒപ്പിച്ചിട്ടില്ല. അവര് രക്തസാക്ഷികൾ ഉണ്ടാക്കാനേ നടന്നിട്ടുള്ളൂ. കൂടെ നിന്ന് പഠിക്കുന്നവരെ മനസ്സിലാക്കപ്പെട്ടിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമം സൃഷ്ടിച്ച് ക്യാമ്പസിലെ അരാജകത സൃഷ്ടിക്കുന്ന SFIയുടെ ഗുണ്ടകളെ തടയിടാൻ ഈ വിമൽ ജ്യോതിയില് നമ്മുടെ KSന്റെ പിള്ളേർക്ക് സാധിക്കണം. നമ്മൾ കണ്ടിട്ടുള്ളവർ അതിന് കാണിച്ചു കൊടുക്കണം. എനിക്കറിയാം, എന്റെ മുമ്പിൽ നിന്ന് ഈ കൈയടിക്കുന്നത് നിങ്ങളുടെ ചങ്കൂറ്റം. ഈ കണ്ണൂരിന്റെ ചുമന്നുമണിയിൽ നിന്ന് നീലക്കൊടി ഉയർത്തി KSന്റെ മുദ്രാവാക്യമെടുക്കാൻ നിലകൊടുക്കുന്ന ചങ്കൂറ്റം, അത് കേരളത്തിലെ മുഴുവൻ KSക്കാർക്കും മാതൃകയാണ്. നിങ്ങളെല്ലാവരും ജീവിക്കുന്ന രക്തസാക്ഷികളാവാതെ ജീവിക്കുന്ന നല്ല മനുഷ്യരായി ഇവിടെ അക്രമം സൃഷ്ടിക്കുന്ന SFIക്കാർക്കൊക്കെ മാതൃകയായി വിമൽ ജ്യോതി ക്യാമ്പസിന്റെ നെറുകെ അടുത്ത വർഷം ഒരു കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഇലക്ഷന് ശേഷം ഒരു കൊടി നേരുന്നുണ്ടെങ്കിൽ അത് KSUവിന്റെ വാനുയർന്ന് പറഞ്ഞ ദീപശിഖാങ്കിത നീലപ്പൻ പാതായുടെ കീഴിൽ നിന്ന് ആർജവത്തോടെ KSUവിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KSU കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾക്കും ജ്വലിക്കുന്ന ഒരു പ്രസ്ഥാനമായി KSU മാറാൻ നമുക്ക് സാധിക്കും. വിമൽ ജ്യോതി ക്യാമ്പസിലെ അരാഷ്ട്രീയവാദികളായ മാനേജ്മെന്റ് കുത്തകൾക്കെതിരെ, അതേപോലെ തന്നെ രാഷ്ട്രീയ അക്രമം സൃഷ്ടിക്കുന്ന SFIക്കാർക്കെതിരെ തിരിച്ചടിക്കാൻ ശക്തമായ ആദർശം കൊണ്ട് തിരിച്ചടിക്കാൻ ശക്തമായ വൻ നീലക്കോട്ട തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വിമൽ ജ്യോതി ക്യാമ്പസിന്റെ മതിൽക്കൊട്ടിൽ നിന്ന് മതിൽക്കെട്ടിന്റെ പുറത്തേക്ക് SFIയുടെ ചെങ്കൊടി എറിഞ്ഞു കാണാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ മനസ്സിലാക്കുക, കൂടെ ഇരുന്ന് പഠിക്കുന്നവനെ മനസ്സിലാക്കുക. അല്ലാതെ അവന്റെ രാഷ്ട്രീയം നോക്കി പകരം വിട്ടുവയ്ക്കുന്ന രാഷ്ട്രീയ കിച്ചടകളായി മാറരുത്. KSU പ്രസ്ഥാനം എന്നും രാഷ്ട്രീയത്തിന്റെ നേരും മുറിവും അറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ചങ്കുറ്റുള്ള പ്രവർത്തകര്, ചങ്കുറ്റുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ചുള്ള പ്രസ്ഥാനമാണ്. നമ്മൾ ഒരിക്കലും രക്തസാക്ഷികളെ സൃഷ്ടിക്കാറില്ല. രക്തസാക്ഷികൾ നമുക്ക് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം രക്തസാക്ഷികളെ സൃഷ്ടിച്ച് കയ്യടി വാങ്ങിക്കുന്ന ഗതികേടൊന്നും KSUവിന് കേരളത്തിൽ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരണം കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ എനിക്ക് ഒരു നീലസാഗരം തീർത്ത വിമൽ ജ്യോതി ക്യാമ്പസിലെ ചങ്കുറ്റുമുള്ള KSUകാർക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതേപോലെ തന്നെ എന്നെ ഈ ക്യാമ്പസിലെ ചങ്കുറ്റുള്ള വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി ക്ഷണിച്ച KSUവിന്റെ
കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുധീറിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം കേരളത്തിലെ മുഴുവൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന എനിക്ക് പോലും ഞങ്ങൾ പോലും കണ്ടിട്ടുള്ള കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള KSU പ്രവർത്തകരാണ്, KSU നേതാക്കന്മാരാണ് കണ്ണൂരില്. കാരണം ചുവപ്പിന്റെ വിപ്ലവ രാഷ്ട്രീയത്തിൽ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ പടവെട്ടി നീലക്കൊടി പൊന്തിക്കുന്ന KSUവിന്റെ ചുറുചുറുക്കുള്ള ചങ്കൂറ്റമുള്ള പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ജില്ല കണ്ണൂരാണ്. അത്തരത്തിലുള്ള ചങ്കൂറ്റമുള്ള ഒരുപാട് പേർ ഈ വിമൽ ജ്യോതി ക്യാമ്പസിലുണ്ട് എന്ന് മനസ്സിലാക്കി. നിങ്ങളെപ്പോലുള്ള ചങ്കൂറ്റുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ KSUവിലേക്ക് കടന്നു വരേണ്ടതും നമ്മുടെ രാഷ്ട്രീയ വിജയങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കേണ്ടതും. അത്തരത്തിൽ നല്ല നാളുകൾ KSUവിനുണ്ടാകും. ഈ സംഘത്തുള്ള പ്രവർത്തനം നമ്മുടെ ആത്മാർത്ഥതയുള്ള മുദ്രാവാക്യം വഴി ഞരമ്പ് പൊട്ടി, കണ്ടം പൊട്ടി, ശംഖ് പൊട്ടി, കൊരക്ക് പൊട്ടി നമ്മൾ KSU വിളിക്കുന്ന ഓരോ ജൈവനെയും അതിന്റെ നീലാകാശത്തിൽ വാങ്ങുമ്പോൾ അടുത്ത വർഷം വിമൽ ജ്യോതി ക്യാമ്പസിലെ ഒരു കൊടി നേർന്നുണ്ടെങ്കിൽ അത് KSUവിന്റെ നിലപരമായിരിക്കും. വിപ്ലവത്തിന്റെ നീല വിപ്ലവത്തിന്റെ ആശയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് KSU.